അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, വർഷങ്ങളായിട്ട് ചിലർക്കുള്ള ഒരു സംശയമാണ്, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന് മസ്ജിദുൽ ഹറാം എന്നാണോ മസ്ജിദുൽ ഹറം എന്നാണോ പറയുന്നത്? യഥാർത്ഥത്തിൽ പറയേണ്ടത് മസ്ജിദുൽ ഹറാം എന്നാണ്. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ എന്നാണ്. അപ്പോൾ പറയാൻ മടിക്കണ്ട, മസ്ജിദുൽ ഹറാം എന്ന് തന്നെയാണ്. എങ്ങനെയാണ് ആ പേര്? മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ വിശുദ്ധമാക്കപ്പെട്ടതെന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ഹറാം എന്ന് ഉപയോഗിക്കുന്നത് നിഷിദ്ധമായ കാര്യങ്ങൾക്കാണല്ലോ. അപ്പൊ അങ്ങനെ തന്നെ അർത്ഥം. ഇവിടെ നിഷിദ്ധമാണ്. എന്തെല്ലാം? കൊലപാതകം, വ്യഭിചാരം, കൊല, ഉപദ്രവം, വേട്ടയാടൽ ഒക്കെ നിഷിദ്ധമായ പള്ളി എന്നുള്ള അർത്ഥത്തിനാണ് മസ്ജിദുൽ ഹറാം അഥവാ മസ്ജിദുൽ മുഹറം, നിഷിദ്ധമാക്കപ്പെട്ട പള്ളി. എല്ലാ അനാവശ്യങ്ങളും നിഷിദ്ധമാക്കപ്പെട്ട പള്ളി എന്നുള്ള അർത്ഥത്തിനാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. പിന്നെ ഹറം ഏരിയ എന്നേ പറയുള്ളൂ. മസ്ജിദുൽ ഹറം അല്ല, മസ്ജിദുൽ ഹറാമാണ് യഥാർത്ഥ രൂപം എന്നെല്ലാവരും മനസ്സിലാക്കുക. അള്ളാഹു നന്മകൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.